ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് അയവില്ല. അനുനിമിഷം കുരുക്ക് മുറുകുകയാണ്. ഇടുക്കി ജില്ലയിലെ കർഷകർ എങ്ങോട്ടാണ് പോകേണ്ടത്? വന്യജീവി ശല്യം ഒരു ഭാഗത്ത്, ഭൂപ്രശ്നങ്ങൾ മറുഭാഗത്ത്, ESA റെഡ് സോൺ പ്രശ്നങ്ങൾ, പ്രളയം മറ്റൊരു ഭാഗത്ത്. ഇനി കടുത്ത വേനൽ വരുന്നു. ജനങ്ങൾ എന്തു ചെയ്യണം? സർക്കാർ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടോ? വനം വകുപ്പ് ജനങ്ങളുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. സർക്കാരാണ് ഏക അത്താണി. എത്രയും വേഗം സർക്കാർ കർഷക ജനതയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുമോ? ഇന്നത്തെ ചർച്ച ഇടുക്കിയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ മാത്യു ജോസ് ആറ്റുപുറം. അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ കിസാൻ വിങ് വിഭാഗം കോർഡിനേറ്ററാണ്. സ്വാഗതം സാർ. സാർ, കേരളത്തിലെ കർഷകർ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ വലുതാണ്. ഭൂവിഷയങ്ങളിൽ, കാർഷിക വിളകളുടെ വില ഇല്ലായ്മയുടെ പ്രശ്നത്തിൽ, ESA പ്രശ്നത്തിൽ എന്ന് വേണ്ട വന്യമൃഗ ശല്യം രൂക്ഷമാകുന്ന പ്രശ്നത്തിൽ ഒക്കെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. അങ്ങ് ഇത്തരം കാര്യങ്ങൾ വളരെ പ്രസക്തമായി, സാങ്കത്യമായി അഡ്രസ്സ് ചെയ്യുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. പ്രത്യേകിച്ച് അങ്ങ് സേവ് പശ്ചിമഘട്ട് പീപ്പിൾസിൻ്റെ ആ ഫോറത്തിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നു, പശ്ചിമഘട്ടം മാത്രമല്ല അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു വലിയ ഉദ്യമത്തിലാണ് താങ്കളെന്ന് ഞാൻ അറിയുന്നു. എന്താണ് ഇവിടുത്തെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ? ഇടുക്കി ജില്ലയിലെ കർഷകർ വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ കർഷകർക്ക് ആയി വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഭൂമിയിൽ അധ്വാനിക്കുന്ന കർഷകൻ അവൻ ആ അധ്വാന ഫലം സമാധാനപരമായി ഉപയോഗിച്ച് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് സർക്കാരിൻ്റെയും ഭരണകർത്താക്കളുടെയും ജോലിയാണ്. അതിൽ അവർ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് മാത്രമാണ് കർഷകരുടെ പ്രശ്നം. കർഷകരുടെ ഭൂമിയിൽ മറ്റ് അവകാശവാദങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വനത്തോട് ചേർന്നുള്ള ഭൂമിയിൽ കർഷകർ വനം കയ്യേറ്റം നടത്തുന്നു എന്ന് ആരോപിക്കുന്നു. ഇവയ്ക്കൊന്നും യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ കണക്കുകളില്ല. അടുത്ത നാളിൽ പ്രസിദ്ധീകരിച്ച ഫോറസ്റ്റ് സർവേ റെക്കോർഡ് പ്രകാരം ഇടുക്കി ജില്ലയിലും കേരളത്തിലും വനം വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ കർഷകരാണ് ഏറ്റവും കൂടുതൽ വനം സംരക്ഷിക്കുന്നത്. നമ്മുടെ അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരം വനാവരണം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ വനം വകുപ്പിൻ്റെ കയ്യിലുള്ള വനത്തേക്കാൾ അധികം വനാവരണം സംരക്ഷിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കർഷകരാണ്. യഥാർത്ഥത്തിൽ കർഷകരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭരണത്തിന് കർഷകരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇടുക്കി ജില്ലയിലെ എന്നല്ല കേരളത്തിലെ മുഴുവൻ കർഷകരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം, അല്ലെങ്കിൽ കേരളപ്പിറവിക്ക് ശേഷം ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായ ഒരു വ്യത്യാസം, കർഷകരുടെ വരുമാനത്തിൽ വലിയ വ്യത്യാസമുണ്ടാകുകയും സംഘടിത വിഭാഗം 100 ഇരട്ടിയിൽ കൂടുതൽ വരുമാന വർധന ഉണ്ടായപ്പോൾ കർഷകരുടെ അവസ്ഥ, അവരെ ശ്രദ്ധിക്കാൻ കഴിയാത്ത, അവർ അസംഘടിതരായി എന്നുള്ളത് കൊണ്ട് മാത്രം അവർ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളം അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. സാർ, ഇടയ്ക്കൊന്നും ഇടപെട്ടോട്ടെ സാർ. ഈ കേരളത്തിൽ മാത്രമാണോ? ഇപ്പോൾ ഹരിയാന, പഞ്ചാബ് ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് കർഷകർ വലിയ സമരത്തിലാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ കർഷകരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരേ രീതിയിലാണോ? മറ്റ് സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും കർഷക പ്രശ്നങ്ങൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. കൂടുതലും ഹരിയാന, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഭക്ഷ്യ വിളകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ടും കേരളത്തിലെ പോലെയുള്ള ഭൂപരിഷ്കരണ ശ്രമങ്ങൾ നടന്നിട്ടില്ലാത്ത പ്രദേശം എന്നുള്ള നിലയിൽ കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ളതുമാണ് കേരളത്തിലെ കർഷകരുമായുള്ള ഒരു വ്യത്യാസം. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ കർഷകരും അസംഘടിതരാണ്. അതിനെതിരെയുള്ള സംഘടിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും കാർഷിക പ്രശ്നങ്ങളായി ഉയർന്നു വരുന്നത്. കർഷകർ സംഘടിതരാകാതിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് കർഷക പ്രക്ഷോഭം പരാജയപ്പെടുത്താൻ നടത്തിയ ശ്രമം.
സർക്കാർ തന്നെ ഉറപ്പ് നൽകിയ MSP, അവരുടെ വിളകൾക്ക് നൽകാവുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്, അത് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് പരാജയപ്പെടുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നു വരുന്ന സമരം. അത് കേരളത്തിലും ഭക്ഷ്യവിളകൾ അല്ലെങ്കിൽ കൂടി, കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകളല്ല എങ്കിലും കേരളത്തിലും ഈ പ്രശ്നം നിലനിൽക്കുന്നു. ഒരു കാർഷികോൽപ്പന്നങ്ങൾക്കും മിനിമം വില ലഭിക്കും. അല്ല, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ പ്രശ്നം അവശേഷിക്കുന്നില്ലേ? കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു കൗതുകകരമായ കാര്യം, കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സബ്സിഡിയേക്കാൾ അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാർ 6 രൂപ വരെ സബ്സിഡി നൽകിയിരുന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആ സബ്സിഡി തട്ടിയെടുക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് നെൽകൃഷി ഏറ്റവും നഷ്ടമുള്ള സ്ഥലത്ത് ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡിയിൽ കുറവ് വരുത്തുന്ന ഒരു ദുർഗതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നെൽകൃഷി പൂർണ്ണമായും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നെൽകർഷകരുടെ പ്രശ്നം. അഖില കേരളാടിസ്ഥാനത്തിൽ കർഷകർ നേരിടുന്ന പ്രശ്നം, അഖില കേരളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കേരള അടിസ്ഥാനത്തിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ സാർ, അതിൽ നിന്ന് എന്ത് ഭിന്നതയാണ് ഇടുക്കിയിലെ കർഷകർ നേരിടുന്നത്? ഇടുക്കിയിലെ കർഷകരുടെ കൃഷിരീതി കൂടുതലും സുഗന്ധവിള കൃഷികൾ അല്ലെങ്കിൽ നാണ്യവിള കൃഷികളാണ് ഉള്ളത്. ഇടുക്കിയിലെ കൃഷി പ്രകൃതിയുമായി ഏറ്റവും ഇണങ്ങിയ കൃഷിയാണ്. പ്രധാനമായും ഏലം കൃഷി ചെയ്യുന്ന ഒപ്പം തന്നെ വനവും വച്ചുപിടിപ്പിക്കുന്ന ഒരു കൃഷി രീതിയാണ്. ഇടുക്കി ജില്ലയിൽ കൃത്യമായി പറഞ്ഞാൽ 90% വനാവരണമുള്ള ഒരു ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ 45-50% വനം റെക്കോർഡഡ് ഫോറസ്റ്റ് ഉണ്ടെങ്കിലും ബാക്കി 50% വനം സംരക്ഷിക്കുന്നത് ഇടുക്കിയിലെ കർഷകരാണ്. അത് അവരുടെ കൃഷിരീതിയാണ്. ഇടുക്കിയിലെ കാപ്പി കൃഷിയാണെങ്കിലും കുരുമുളക് കൃഷിയാണെങ്കിലും ഇതെല്ലാം വൃക്ഷാവരണങ്ങളിൽ അല്ലെ വനാവരണങ്ങളിൽ പെടുന്ന കൃഷിയാണ്. യഥാർത്ഥത്തിൽ പ്രകൃതി സംരക്ഷകരാണ് ഇടുക്കി ജില്ലയിലെ കർഷകർ. ഇടുക്കി ജില്ലയിലെ ഇടയ്ക്ക് ഈ വനാവരണവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഇപ്പോൾ 2-3 തവണ ഉപയോഗിച്ചല്ലോ. ഈ വനാവരണം സത്യത്തിൽ ഈ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? അതായത് ശരിക്കും ഇത് വനം തന്നെയാണെന്നും ഈ വനാവരണം എന്ന് കർഷകർ നിർവചിക്കുന്ന പ്രദേശങ്ങൾ സത്യത്തിൽ ശരിയായ വനം തന്നെയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? CHRനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. CHR വനമായിരുന്നു എന്ന് വനം വകുപ്പ് വാദിക്കുകയും അത് അങ്ങനെയല്ല, അത് കൃഷിഭൂമിയാണെന്നും കൃഷിക്കാർ സംരക്ഷിക്കുന്ന വനാവരണമാണ് അവിടെ ഉള്ളത് എന്നുള്ളതുമാണ് വാസ്തവം. അന്താരാഷ്ട്ര മാനദണ്ഡമാണ് ഈ 1 ഹെക്ടറിൽ 10% വൃക്ഷങ്ങളുണ്ടെങ്കിൽ അത് വനാവരണമായി കണക്കാക്കാം എന്നുള്ളത്. അത് ആ ഒരു അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ കൃഷിഭൂമിയും വനാവരണമാണെന്ന് പറയാം. പക്ഷേ അത് വനഭൂമിയല്ല. വനഭൂമി എന്ന് പറയുന്നത് റെക്കോർഡഡ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം വകുപ്പ് വനമായി വിജ്ഞാപനം ചെയ്തിരിക്കുന്ന ഭൂമി മാത്രമാണ്. അതാണ് വനം വകുപ്പ് സംരക്ഷിക്കേണ്ടത്. മറ്റു ഭൂമിയിലേക്ക് വനം വകുപ്പ് കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴാണ് കർഷകരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്, കർഷകരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ 10-20 വർഷമായി നടന്നു വരുന്ന കേസ് CHRനെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. സർക്കാർ ആ കേസ് ഉണ്ടായ സമയത്ത് തന്നെ CHRന്റെ വസ്തുത എന്തെന്ന് സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്താമായിരുന്നു. അത് റവന്യൂ ഭൂമിയാണെന്നും സർക്കാർ ഭൂമിയാണെന്നും വളരെ വ്യക്തമാണ്. അത് ഇപ്പോൾ അതിൻ്റെ കൈവശക്കാരൻ 30 വർഷത്തിൽ കൂടുതലായി അല്ലെങ്കിൽ 100 വർഷത്തിലധികമായി പല സ്ഥലങ്ങളിലും അതിൻ്റെ കൈവശക്കാരൻ ഈ ഏലം കൃഷി ചെയ്യുന്ന കർഷകരാണ്. അതിനെയാണല്ലോ നമ്മൾ ഈ കുത്തകപ്പാട്ട വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. ഏലം കൃഷി രാജഭരണകാലത്ത് തന്നെ ഏലം കൃഷി ചെയ്യാൻ വേണ്ടി രാജാവ് കർഷകരെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി കുടിയിരുത്തിയ സ്ഥലമാണ്. അതായത് കേരളത്തിൽ വനം വകുപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കൃഷിക്കാരുടെ കയ്യിൽ ഏലം കൃഷിയുണ്ട്. പക്ഷേ അത് വനഭൂമി, അവര് ആ വനം സംരക്ഷിച്ചു എന്നതാണ് കൃഷിക്കാരെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ അവര് വനം നശിപ്പിക്കുന്നവരാണെന്ന് പറയാൻ വേണ്ടി ഇതിന്റെ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. യഥാർത്ഥത്തിൽ വനം സംരക്ഷിക്കുന്ന കൃഷിക്കാരനെ വനം ആണെന്ന് പുറത്ത് ചിത്രീകരിക്കുകയും അവൻ വനം കയ്യേറ്റക്കാരനാണെന്ന് പറഞ്ഞ് അവനെ കുടിയിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ ഭൂമിയിൽ യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവർക്ക് പട്ടയം നൽകാവുന്ന ഭൂമിയിൽ പട്ടയം നൽകാതിരിക്കുകയും ഇനി മേലിൽ പട്ടയം നൽകരുതെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വാങ്ങുകയും ചെയ്ത്
യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണം ജനകീയ ഭരണം അല്ലെങ്കിൽ ജനാധിപത്യ ഭരണം ആണ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഒരു വലിയ ചിന്ത നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾക്കെതിരെ ഭരണം നടക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പ്രശ്നം. സാർ, ഇപ്പോൾ ഒരു 1,00,000 ഹെക്ടർ CHR വനഭൂമി, CHR ഭൂമി എന്ന് പറയുന്നതായിരിക്കും ശരി കൂടുതൽ, ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ, അതിൽ വാസ്തവമുണ്ട്? ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ഒരിക്കലും നടക്കത്തില്ല. അതല്ലെങ്കിൽ മുഴുവൻ ഭൂമിയും ഗവൺമെന്റിന്റെ ആണ് എന്ന് പറയാം. പട്ടയം നൽകിയ ഭൂമി പോലും ഗവൺമെന്റിതാണ്. പലപ്പോഴും നമ്മൾ പട്ടയത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ അത് കർഷകർക്ക് സർക്കാർ നൽകുന്ന ഓണർഷിപ്പ്, ഉടമസ്ഥതയാണ് എന്നാണ്. പക്ഷേ നമ്മുടെ 2023 ഭൂഭേദഗതി നിയമം ആ ഓണർഷിപ്പ് എന്നുള്ള സങ്കല്പം തന്നെ ഇല്ലെന്നാക്കി, സർക്കാർ പറയുന്ന കാര്യത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാവൂ, സർക്കാർ പറയുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഭൂമിയിൽ നിർമ്മിക്കാവൂ എന്ന് പറഞ്ഞ് സർക്കാർ ജന്മിയാകുകയും കർഷകർ പാട്ടക്കാരനാകുകയും ചെയ്യുന്ന ദയനീയ അവസ്ഥയാണ് 2023 ഭൂഭേദഗതി നിയമത്തിലൂടെ വരുന്നത്. അതായത് കർഷകർക്ക് ഇടുക്കി ജില്ലയിൽ നിന്നല്ല എല്ലായിടത്തും ഭൂമിയിലുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും കർഷകർ നിരായുധരായി നിസ്സംഗരായി മാറുകയും ചെയ്യുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നു. സത്യത്തിൽ ഇതിൻ്റെ ഒരു വലിയ പരീക്ഷണമാണ് അങ്ങ് അധിവസിക്കുന്ന മാങ്കുളം മേഖലയിൽ നടന്നത് എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ട്? മാങ്കുളത്തെ ഭൂമിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള നിയമസഭ 1971 നിയമസഭയിൽ നിയമം നിർമ്മിച്ച് കണ്ണൻദേവൻ കമ്പനിയിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയാണ് മാങ്കുളം ഭൂമി ഉൾപ്പെടുന്ന പ്രദേശം. എന്തിനാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് നിയമസഭ ആ നിയമത്തിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ടാറ്റ കമ്പനി ആ നിയമത്തെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. സുപ്രീം കോടതി ചോദ്യം ചെയ്യുമ്പോൾ സുപ്രീം കോടതി ആ നിയമം പരിശോധിച്ച ശേഷം പറഞ്ഞത് കേരളത്തിലെ ഭൂപരിഷ്കരണ ശ്രമങ്ങളുടെ തുടർച്ചയാണ്, കൃഷിഭൂമി കർഷകർക്ക് നൽകാൻ വേണ്ടിയാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്, ഭൂരഹിതർക്ക് നൽകാൻ വേണ്ടി മാത്രം ഈ നിയമം ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ 31A ഭൂമി സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നൽകിയത്. പക്ഷേ ആ ഭൂമി കർഷകർക്ക് നൽകിയില്ല. നൽകിയ കുറച്ച് ഭൂമിയിൽ പോലും കർഷകരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് വളരെ വ്യക്തമായി നമുക്ക് നിയമപ്രകാരം തന്നെ പറയാവുന്നതാണ്. മാങ്കുളത്തെ വനഭൂമി അല്ലെ മാങ്കുളത്ത് വനം കയ്യേറ്റക്കാർ, മാങ്കുളത്ത് 1 സെന്റ് വനഭൂമി നിയമപ്രകാരമില്ല. അത് വനഭൂമിയാക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെ സുപ്രീം കോടതിയുടെ ഉത്തരവിനെയും കേരള നിയമസഭയുടെ നിയമത്തെയും മറികടക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് മാങ്കുളത്തെ സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണം. ഈ വനവൽക്കരണം എന്ന് പറയുന്ന വനഭൂമി വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നയമാണെന്ന് അടുത്ത കാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കർഷകർക്കും സാമാന്യ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മാങ്കുളത്തും ആനച്ചാലിലും ചിന്നക്കനാലിലും ഒക്കെ ഈ ജനങ്ങൾ അധിവസിക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. ആദ്യം അതിൻ്റെ പരീക്ഷണം നടന്നത് മാങ്കുളത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ പേരിൽ ബഹുജന സമരം, ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാവുകയുണ്ടായി, ജനമുന്നേറ്റം. ആ കാര്യത്തിൽ അങ്ങ് ഉൾപ്പെടെ സമര രംഗത്തുണ്ടായിരുന്നു. എന്തായിരുന്നു മാങ്കുളത്ത് നടന്ന ആ സമര പരിപാടിയുടെ പരിണതി? മാങ്കുളത്തെ ഒരു പ്രശ്നം കുറെ കാലങ്ങളായി വനം വകുപ്പും കർഷകരുമായി നിരന്തര സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. കർഷകരുടെ ഭൂമിയിൽ വനം വകുപ്പ് കയ്യേറാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ കർഷകരെ വനം കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുകയും വനം വകുപ്പ് കയ്യേറ്റക്കാരനായി മാറുകയും ചെയ്യുന്നതാണ് ഇടുക്കി ജില്ലയിലെ പ്രധാന പ്രശ്നം. അതുതന്നെയാണ് മാങ്കുളത്തെ പ്രശ്നം. മാങ്കുളത്തെ ഭൂമിയുടെ നിയമ സാധുതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് തന്നെ കാന്തല്ലൂർ 10,000 ഏക്കർ സ്ഥലത്തോടും റവന്യൂ സ്ഥലം വനം വകുപ്പിന് കൈമാറി. വട്ടവടെ കുറിഞ്ഞി സാങ്ച്വറി എന്ന് പറഞ്ഞ് വനം വകുപ്പിന് ഭൂമി കൈമാറിയിരിക്കുന്നു. ചിന്നക്കനാലിൽ ജനവാസ മേഖലയ്ക്ക് നടുക്ക് 1000 ഏക്കർ സ്ഥലത്തോളം വനഭൂമിയാക്കി മാറ്റുന്നു. ഒരു വനഭൂമിയും ഇല്ലാത്ത വെള്ളത്തൂവൽ പഞ്ചായത്തിൽ പോലും വനഭൂമി ഉണ്ടാക്കുന്നു. അതായത് ജനങ്ങളുമായി സംഘർഷമുണ്ടാക്കുകയും ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുകയും അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്ത് വനഭൂമി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് പരിസ്ഥിതി സംരക്ഷണമല്ല ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞു, ഇടുക്കി ജില്ലയിലെ കർഷകരാണ് ഏറ്റവും കൂടുതൽ വനഭൂമി അല്ലെ വനാവരണം സംരക്ഷിക്കുന്നത്. അപ്പോൾ വനസംരക്ഷണമോ പരിസ്ഥിതി സംരക്ഷണമോ അല്ല. വിദേശ കാർബൺ ലോബിയെ വനഭൂമി വനവിസ്തൃതി വർദ്ധിക്കുന്നു എന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തി അതിൻ്റെ പേരിലുള്ള ഫണ്ട് സ്വരൂപിക്കുക, നമ്മുടെ എലഫന്റ് കോറിഡോർ പദ്ധതിയൊക്കെ അത്തരം ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. 500 കോടിയോളം രൂപ അനുവദിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്
അതിനെതിരെ ഉണ്ടായ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തൽക്കാലം മരവിപ്പിച്ചത്. പക്ഷെ അത് മറ്റു രീതിയിൽ ഇടുക്കി ജില്ലയിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതായത് വനസംരക്ഷണത്തിന് എന്ന പേരിൽ വലിയ ഫണ്ട് വിദേശ കാർബൺ ലോബിയുടെ ബിങ്കോ എന്ന് പറയുന്ന ബിഗ് ഇന്റർനാഷണൽ NGOകൾ അവർ സമാഹരിക്കുന്ന തുക ഈ ഇന്ത്യയിലെ ചില NGOകൾ വഴി വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ആ തുക പല പദ്ധതികളിലായി വനം വകുപ്പിന് ലഭിക്കുന്നുണ്ട്. അത്തരം സാധ്യതകൾക്ക് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, സാമ്പത്തിക സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിരന്തര സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ പെരുപ്പമുണ്ടാക്കി ആൾക്കാരെ അവിടുന്ന് കുടിയൊഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആരാണ് സാർ ഇതിന് പിന്നിൽ? കർഷകരെ ഇതുപോലെ ഗണിയിലാക്കിക്കൊണ്ട് കർഷകരുടെ ജീവിതത്തെ തന്നെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കാതെ ഇത്തരം വളരെ സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന്റെ പിന്നിൽ ആരാണ്? വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കണം എന്നുള്ള താല്പര്യം ആരുടേതായിരിക്കും? വ്യവസായവൽകൃത രാഷ്ട്രങ്ങളിൽ അവിടെയും വനം സൃഷ്ടിക്കാം, വനഭൂമി ഉണ്ടാക്കാം. പക്ഷേ അതിന് വലിയ ചെലവുണ്ട്. ഒരു ചെലവുമില്ലാതെ വനഭൂമി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെ വിലക്കെടുത്ത്, അതല്ലെങ്കിൽ ഭരണകർത്താക്കളെ വിലക്കെടുത്ത് വനഭൂമി വിസ്തൃതി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി അവർ ഇന്ത്യയും അല്ലെങ്കിൽ അത്തരം ചില രാജ്യങ്ങളെയും എണ്ണുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് അവർക്ക് ആകെപ്പാട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം പരിസ്ഥിതി NGOകളെ വിലക്കെടുക്കുക, അല്ലെങ്കിൽ പരിസ്ഥിതി വായാടിത്തം, അത് ഒരു അടിസ്ഥാനവുമില്ലാതെ കൊണ്ടു നടക്കുന്ന പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുക. പലപ്പോഴും നമുക്കറിയാം, വനം വകുപ്പിന്റെ ജോലി വനസംരക്ഷണമാണ്, അല്ലെങ്കിൽ മൃഗസംരക്ഷണമാണ് വൈൽഡ് ലൈഫ് വാർഡന്റെ ജോലി. അയാളുടെ ജോലി ചെയ്യാതെ വനത്തിൽ പുറത്തിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിരവധി ആൾക്കാർ, ഈ ഡിസംബർ മാസത്തിൽ തന്നെ 4 പേരാണ് ഇടുക്കിയിലും പരിസരത്തുമായി മരിച്ചത്. നിരവധി ആൾക്കാർ മരിച്ചു വീഴുകയാണ്. അപ്പോൾ ആ ജോലിയിൽ വൈൽഡ് ലൈഫ് വാർഡൻ അല്ലെ വനം വകുപ്പ് വീഴ്ച വരുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവരല്ല ശിക്ഷിക്കപ്പെടുന്നത് ഈ വനത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അവര് വന്യജീവികളുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നു എന്നൊരു വാദം സമർത്ഥിക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. സാർ, വന്യജീവി ആക്രമണത്തിലേക്ക് നമുക്ക് വരാം സാർ. ഞാൻ സൂചിപ്പിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ് ഒരു കേന്ദ്ര ഭരണത്തിനും കേരള ഭരണത്തിനും ഒക്കെ അതീതമായി മറ്റൊരു ചാലകശക്തിയായി, അധികാരത്തിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വനം വകുപ്പുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന ജനത മാങ്കുളം ജനതയാണ്. ആ കാര്യത്തിൽ ഈ പലപ്പോഴായി, കുറേ വർഷങ്ങളായി അത് ഇപ്പോഴും തുടരുകയാണ്. അത് എന്താണ്, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാങ്കുളം ജനതയ്ക്ക് മേലൊരു അതീശ ശക്തിയായി വളരുന്നുണ്ടോ? 2006 തന്നെ ഈ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അത് ആരാണ് ചെയ്യേണ്ടത്? ലോക പൈതൃക പട്ടികയിൽ ഒരു പ്രദേശത്തെ ഉൾപ്പെടുത്തണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതിന് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ എടമലക്കുടിയിലെ ആദിവാസികളോട്, മാങ്കുളത്തെ കർഷകരോട് ഒന്നും ഒരു അഭിപ്രായവും തേടിയല്ല, അല്ലെങ്കിൽ ഈ 5 സംസ്ഥാനങ്ങളിലെ ആ കർഷകരോട് അഭിപ്രായം തേടിയില്ല എന്ന കാരണത്താൽ തന്നെ UN 2 പ്രാവശ്യം ഈ അപേക്ഷ നിരസിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ അത്തരം ഒരു വലിയ സമ്മർദ്ദം, അന്താരാഷ്ട്ര സമ്മർദ്ദം ഇതിനു വേണ്ടി ഉണ്ട്. അതിന് അവരുടെ ആൾക്കാരായി മാറുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിലെ വനം വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ. കൗതുകരമായ ഒരു കാര്യം, കേരളത്തിൽ 4 കോടി ജനങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഭരിക്കാൻ വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, IAS-കാരുടെ അല്ലെങ്കിൽ IPS-കാരുടെ എണ്ണവും ഈ 7000 ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന IFS-കാരുടെ എണ്ണവും എടുത്തു കഴിഞ്ഞാൽ 75ലധികം IFS ജോലിക്കാരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗവേഷണത്തിന് അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങളിൽ അവർ ഏർപ്പെടുന്നു. മാങ്കുളത്തെ ഭൂമിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, മാങ്കുളത്ത് അടുത്ത കാലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രശ്നം, ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായ ചോദ്യം ചെയ്യപ്പെട്ട നിയമവൽക്കരണത്തേക്ക് അല്ലെങ്കിൽ ബില്ല് അവതരിപ്പിക്കാൻ പോലും കാരണം അതാണ്. വലിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ള. ഉദ്യോഗസ്ഥർ താമസിക്കുന്നിടത്ത് എന്നല്ല, ജോലി ചെയ്യുന്നിടത്ത് എന്ന് ആക്രമിക്കല്ല. ജനങ്ങൾ താമസിക്കുന്നിടത്ത് പഞ്ചായത്ത് ഉണ്ടാക്കിയ ഒരു ആസ്തി,
അത് കൈവശപ്പെടുത്താൻ നടത്തിയ ശ്രമത്തെ ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്തപ്പോൾ അവരെ ആക്രമിക്കുകയും ചെയ്തതാണ് അവിടെ അങ്ങനെ ഒരു തിരിച്ചടിക്ക് കാരണമായത്. എന്താ കാര്യം? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരുടെ ഭൂമിയിലേക്ക് കടന്നു കയറുന്നു, മൃഗങ്ങൾ കടന്നു കയറുന്നു. ഈ രണ്ട് കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഭരണകർത്താക്കൾക്ക് കഴിയുന്നില്ല. അവര് ഈ വനം വകുപ്പിന്റെ സെക്രട്ടറിമാര് അല്ലെങ്കിൽ IFS ഉദ്യോഗസ്ഥർ പറയുന്നത് നിയമമായി തെറ്റിദ്ധരിച്ച് നമ്മുടെ ഭരണകർത്താക്കൾ പോകുന്നു. കുറേ കാലങ്ങളായി കേരളത്തിൽ ബ്യൂറോക്രസിയാണ് ഭരിക്കുന്നത് എന്നുള്ളതിന് വലിയ ഉദാഹരണങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പലപ്പോഴും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി നമ്മൾ സംസാരിക്കുമ്പോഴുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ജനങ്ങളോടൊന്നും ഒരു വിരോധം, ഞങ്ങൾ ജനത്തിന്റെ ഭാഗമാണല്ലോ, പക്ഷെ നിയമം കർക്കശമായതുകൊണ്ടും കർക്കശമായ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്നത് കൊണ്ടുമാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പെരുമാറേണ്ടി വരുന്നത് എന്ന് അവർ നിസ്സഹായതയോടെ പറയുന്നുണ്ട്. അതിൽ വാസ്തവമുണ്ട്. സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്നത് വന നിയമം കേന്ദ്ര ഗവൺമെന്റിനാണ്, അത് വളരെ കർശനമാണ്, അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യവുമില്ല. ആ വന നിയമത്തിലെ കാർക്കശ്യം ജനങ്ങൾക്കെതിരാണ് എന്ന് കണ്ടുകൊണ്ട് 2023 കേന്ദ്ര ഗവൺമെന്റ് ആ വന നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഭേദഗതി ചെയ്തു എന്ന് അംഗീകരിക്കാൻ പോലും കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. അതല്ലെങ്കിൽ 2023 ഭേദഗതിയിലെ ഒരു നിർദ്ദേശം 1996 ഡിസംബർ 12 ആ തീയതിയുടെ പ്രത്യേകത ഗോദവർമ്മ തിരുമുൽപ്പാട് കേസിലെ വിധി ഉണ്ടായ ആ സമയത്ത് വനഭൂമി കൈവശമുള്ള ആൾക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സമിതിയെ നിയോഗിച്ചു. PCCF അധ്യക്ഷനായിട്ടുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണർ അംഗമായിട്ടുള്ള ഒരു സമിതി. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സമിതിയെ നിയമിച്ചോ എന്ന് നിയമസഭയിലെ ചോദ്യത്തിന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരവാണ് മന്ത്രി നൽകിയത്. അങ്ങനെ ഒരു സമിതി ഉണ്ടെന്ന് സമ്മതിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. സമിതിയെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവ്, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒരു സമിതി ഇല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കേണ്ട 50,000-ലധികം ആൾക്കാർ പട്ടയ അപേക്ഷകൾ ഉള്ള സമയത്ത് ഈ 1980 വനഭൂമി നിയമം അനുസരിച്ച് അവിടെ പട്ടയം നൽകാൻ കഴിയില്ലെന്നും CHR വനഭൂമി അല്ലാത്തത് കൊണ്ട് അത് വനഭൂമിയാണെന്ന് വരുത്തി പട്ടയം നിഷേധിക്കാനും ശ്രമിക്കുന്നു. അതാണ് സുപ്രീം കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് പട്ടയം നൽകുന്നതിന് ഇപ്പം നിയന്ത്രണം വരുത്തിയിരിക്കുന്നത്. മറ്റു പ്രദേശങ്ങളിൽ പട്ടയം നൽകുന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ല, അവിടെയും വനം വകുപ്പ് തടസ്സം ഉന്നയിക്കുകയാണ്. അപ്പോൾ വനഭൂമി അല്ല എന്ന് വ്യക്തമാണ്. 2023 നിയമത്തിൽ മുൻപുണ്ടായിരുന്നു എന്ന് പറയുന്ന നിയന്ത്രണം പോലും 2023 നിയമത്തിലൂടെ ഒഴിവാക്കപ്പെട്ട് കിട്ടി. പക്ഷേ കർഷകരെ ഉപദ്രവിക്കണം, വനവിസ്തൃതി വർദ്ധിപ്പിക്കണം എന്നൊരു ലക്ഷ്യത്തോടെ മുന്നേറുന്ന വനം വകുപ്പിന് മുന്നിൽ ഈ സാധാരണ കർഷകരുടെ എല്ലാ വാദങ്ങളും ഇല്ലെന്നാവുകയാണ്. പുതിയ ഭേദഗതികൾ സത്യത്തിൽ കർഷകരെ ഒരു ഭാഗത്ത് ഭൂമി സംബന്ധമായി കഷ്ടപ്പെടുത്തുകയാണ്, ക്ലേശിപ്പിക്കുകയാണ്. മറുഭാഗത്ത് വനഭൂമിയിൽ നിന്നും ഒരുവിധമുള്ള പന്നി, ആന, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ, ജീവികൾ കാർഷിക ഇടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. പലരും ഇതിൻ്റെ ഇരകളാണ്. ഇപ്പോൾ ഏതാണ്ട് ഇടുക്കി ജില്ലയിൽ 1/3 കർഷകർ ഈ വന്യജീവി ആക്രമണത്തിൻ്റെ ഇരകളാണ്. അങ്ങിപ്പോൾ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചു, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഭൂമിയിൽ ഇറങ്ങുന്നു, കർഷകരെ ദ്രോഹിക്കുന്നു. അതിനേക്കാൾ അതുപോലെ തന്നെ ഏതാണ്ട് അതിലെത്രയോ ഇരട്ടിയാണ് കൃഷി നശിപ്പിക്കുന്നതും വന്യജീവികളാൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. ഒരു യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെ നിലനിൽക്കുന്ന മറ്റു സ്ഥലങ്ങളിലെല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ കാര്യത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനം നടത്തി ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ എത്ര വനമുണ്ട്, ആ വനത്തിൽ എത്ര മൃഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കണക്കുണ്ടോ? ആ കണക്കിനനുസരിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി കേരളത്തിലെ ആനകളെക്കുറിച്ച് വനം വകുപ്പ് ഉണ്ടാക്കിയ കണക്ക്, ആ കണക്ക് ആ വനം വകുപ്പിന്റെ ചില ലക്ഷ്യങ്ങൾക്കെതിരായി വരും എന്ന് കണ്ടപ്പോൾ അവര് കെട്ടിച്ചമച്ച ഒരു കണക്ക് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി. ആനയുടെ എണ്ണത്തിൽ ക്രമാതീതമായി കുറവുണ്ടാകുന്നു. നമുക്കറിയാം, ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആൾക്കാർ ആരോട് ചോദിച്ചാലും അവരുടെ കൺമുന്നിൽ കാണുന്നതാണ് ആനയുടെ എണ്ണത്തിൽ എത്രമാത്രം വർധനമുണ്ടായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതാണ് വന്യജീവി സംഘർഷങ്ങളുടെ ഒരു പ്രധാന കാര്യം. അപ്പോൾ
ഈ യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ വേണ്ടി തെറ്റായ കണക്കുകൾ സൃഷ്ടിക്കാൻ പോലും വനവകുപ്പ് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം. ഈ കുരങ്ങുകളുടെയും പന്നിയുടെയും എണ്ണത്തിലുണ്ടായ വർധനവ്, കൃഷി ചെയ്യാൻ കഴിയാതെ തരിശായി കിടക്കുന്ന ഭൂമി ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ എത്രയോ ജില്ലകളിൽ, വയനാട് ഒക്കെ അതുപോലെ മലയോരത്തോട് ചേർന്ന അല്ലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ വരുന്നു. പക്ഷേ ഈ യാഥാർത്ഥ്യം, അതിൻ്റെ കൃത്യമായ ഒരു വിവരം വനം വകുപ്പ് തയ്യാറാക്കുകയും സർക്കാർ തലത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതായത് എന്താണ്, ഒരു ഭരണത്തിന്റെ ഉപകരണമാണ്, ഭരണത്തിന്റെ ഭാഗമാണ് വനം വകുപ്പ് എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മൾ വന്നിരിക്കുന്നു. ഒരു വകുപ്പിനെ, ആ വകുപ്പിലെ ജീവനക്കാരെ, നിയമം നടപ്പിലാക്കേണ്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് കർഷകർ ഏറ്റുമുട്ടേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. ഇത് പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. ആന ഒരു മനുഷ്യനെ ചവിട്ടിക്കൊല്ലുക, ആനയുടെ മുന്നിൽ യാദൃച്ഛികമായി ചെന്നുപെടുക, അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ സാർ. ഇപ്പോൾ ദിവസേന ആന ചവിട്ടിക്കൊല്ലുന്ന വാർത്തകളാണ്. യുവാക്കൾ, യുവതികൾ ഒക്കെ ഉൾപ്പെടെ ആനയാൽ ആക്രമിക്കപ്പെട്ട് മരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു വനം വകുപ്പിന് ഇങ്ങനെ നിർവികാരമായി ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തുടരാൻ കഴിയുന്നത്? ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണത്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് മനുഷ്യരാണെന്നും മനുഷ്യരുടെ വികാരം ഉൾക്കൊള്ളുന്നവരാണെന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞു. അനിയന്ത്രിതമായ പെരുപ്പം വന്യമൃഗങ്ങളുടെ കാര്യത്തിലല്ല, കേരളത്തിലെ IFS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലുമുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ എണ്ണവും അല്ല വനവിസ്തൃതിയും ആയിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. വനം വകുപ്പിന്റെ ജോലി വനം സംരക്ഷിക്കലാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വനം വകുപ്പിന്റെ ജോലി ഇപ്പൊ അതാണോ? അവർ ടൂറിസം നടത്തലാണ്. ഏത് പ്രദേശത്തും, പണ്ട് തേക്കടിയും മൂന്നാറും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അതല്ല. എല്ലാ പ്രദേശത്തും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുകയും അതിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയും ചെയ്യുകയാണ്. നമുക്കതിന് വേറൊരു വകുപ്പുണ്ട്. ആ വകുപ്പ് ചെയ്യേണ്ട ജോലിയാണത്. പക്ഷേ ഈ വനം വകുപ്പ് ഇത്തരം സാമ്പത്തിക താല്പര്യങ്ങളിലേക്ക് കിടക്കുകയും മരിക്കുന്ന മനുഷ്യന്, ഓർത്തണം, വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങി അവന്റെ കൃഷി നശിപ്പിച്ച് അവനെ ചവിട്ടി അരയ്ക്കുമ്പോൾ അതിന് നൽകേണ്ട നഷ്ടപരിഹാരത്തിൽ പോലും വലിയ തട്ടിപ്പാണ് നടത്തുന്നത്. എന്താണ്, ആന ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആരാണ് നൽകുന്നത്? കേന്ദ്ര ഗവൺമെന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഈ നഷ്ടപരിഹാരം നൽകി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ ആ തുക റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന 10 ലക്ഷം രൂപ മാത്രമാണ് ഈ നഷ്ടപരിഹാരമായി ആൾക്ക് ലഭിക്കുന്നത്. അപ്പൊ സംസ്ഥാന വനം വകുപ്പിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലേ? സംസ്ഥാന ഭരണത്തിന് ഉത്തരവാദിത്വം ഇല്ലേ? ജില്ലാ ഭരണത്തിന് ഉത്തരവാദിത്വമില്ലേ? യഥാർത്ഥത്തിൽ മരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് 24 ലക്ഷം രൂപ, അതായത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന അത്രയും തുക സംസ്ഥാന സർക്കാർ നൽകുകയും ജില്ലാ ഭരണകൂടം അവർക്ക് നൽകാവുന്ന നഷ്ടപരിഹാരമായി അപകടത്തിൽ നൽകാവുന്ന തുക 4 ലക്ഷം രൂപയാണ്. 24 ലക്ഷം രൂപ കിട്ടണം. പക്ഷേ വലിയ സമരമുണ്ടായ സ്ഥലത്ത് മാത്രമാണ് 10 ലക്ഷം രൂപ കൊടുക്കാവുന്നത് സംബന്ധിച്ചത്. സാർ, ഈ ആനകളെ, പന്നികളെയൊക്കെ ഇങ്ങനെ അനിയന്ത്രിതമായി തുറന്നു വിടുകയും വിഹരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വനം വകുപ്പ്, എന്നിട്ട് ചവിട്ടിക്കൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോഴോ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനപ്പുറത്ത് ഇത് നിതാന്തമായൊരു ജാഗ്രത ഇതിൻ്റെ പിന്നിൽ വേണം. എന്നും ഇങ്ങനെ കൊല്ലപ്പെടുന്ന ജനങ്ങൾക്ക് ജനങ്ങളെ ഓർത്ത് ഇവിടുത്തെ ബാക്കിയുള്ള ജനത ഇങ്ങനെ ഒരു വികാരവുമില്ലാതെ കഴിയുമെന്ന് ഭരണകൂടം വിചാരിക്കുന്നുണ്ടാവും. ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഞാൻ സൂചിപ്പിച്ചു നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. മൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രായോഗിക അനുഭവവും പ്രായോഗിക ഉത്തരവും. എന്താണ് ഈ പലപ്പോഴും ഈ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ ആൾക്കാർ പറയുന്ന സോളാർ ഫെൻസിങ്, ആര് പറഞ്ഞുണ്ടാക്കുന്ന സോളാർ ഫെൻസിങ് ആനയെ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരമാണെന്ന് വനം വകുപ്പ് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരിക്കലും പ്രായോഗികമല്ലത്. പക്ഷേ ആനയെ തടയാൻ, വനത്തിനുള്ളിൽ തടയാനുള്ള മാർഗങ്ങളുണ്ട്. പരമ്പരാഗതമായി നമ്മൾ സ്വീകരിച്ചിരുന്ന ട്രഞ്ചുകൾ, വലിയ കുഴികൾ, അതല്ലെങ്കിൽ അത് കുഴിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വലിയ കൽമതിലുകൾ കെട്ടി വേണമെങ്കിൽ ആനയെ സംരക്ഷിക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ അകത്ത് നടക്കുന്ന അഴിമതി, മാങ്കുളം പഞ്ചായത്തിൽ ആനക്കുളം എന്ന പ്രദേശത്ത് 2 കിലോമീറ്റർ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രാഷ് ഗാർഡ് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ വലിയ ഇരുമ്പ് റെയിൽ പോലെയുള്ള ഇതിൽ ഇരുമ്പ് വടമിട്ട് പരിപാടി നടത്തി. അപ്പോൾ അന്ന് അവർ നടത്തിയപ്പം ഞാൻ അവരെ വെല്ലുവിളിച്ചു. അത് 50 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. 25 ലക്ഷം രൂപയ്ക്ക് 5 വർഷത്തെ ഗ്യാരണ്ടിയിൽ ഞങ്ങളത് ചെയ്യാം എന്ന് പറഞ്ഞു ജനങ്ങളെ ഏൽപ്പിച്ചാൽ. ഈ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ കയറാതെ നടത്തുന്ന
തടയൽ വേലികളിൽ പോലും 60% അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മൃഗങ്ങൾ അവിടെ തടയപ്പെടാൻ കഴിയില്ല. ഈ സോളാർ ഫെൻസിങ് എന്ന് പറയുന്നത് സോളാർ ഉപകരണങ്ങൾക്ക് വലിയ കമ്മീഷൻ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം ഈ കർഷകരെ ഇത് ശരിയായ ഫലപ്രദമായ മാർഗമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുന്നത്. അപ്പൊ അവരുടെ ശബ്ദമായി കർഷകർക്കിടയിൽ നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വനസംരക്ഷണ സമിതി എന്ന് പറയുന്ന സമിതികൾ രൂപീകരിച്ച് അവരെ കൊണ്ട് ഈ ആശയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ സോളാർ ഫെൻസിങ് ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും സോളാർ ഫെൻസിങ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ? നമുക്കറിയാം ഈ 10 ലക്ഷം രൂപയ്ക്ക് ചെയ്യേണ്ട ജോലി 4 ലക്ഷം രൂപയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുകയില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ ഫെൻസിങ്ങിന്റെ പേരിൽ പണം അടിച്ചു മാറ്റൽ മാത്രമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ഇത്രയേറെ വനത്തിന് പുറത്തേക്ക് വരാൻ ഒരു കാരണം അവയ്ക്ക് അവിടെ ആവശ്യത്തിന് ഭക്ഷണവും കാര്യങ്ങളും ലഭിക്കുന്നില്ലെന്നുള്ള ഈ വനം വകുപ്പാണ് ഇടുക്കി ജില്ലയിലെങ്കിലും ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എന്ന് ഞാൻ പറയുന്നു. കാരണം അക്കേഷ്യ പോലെയുള്ള മരങ്ങൾ അത് അന്തരീക്ഷത്തിനും പ്രകൃതിക്കും വിരുദ്ധമാണ് എന്ന് അവർ പോലും അല്ലെങ്കിൽ എല്ലാ പരിസ്ഥിതി ശാസ്ത്രവും പറയുമ്പോൾ അത് ഇടുക്കി ജില്ലയിൽ പരിചയപ്പെടുത്തുന്നത് ആരാണ്? വട്ടവട, കാന്തല്ലൂർ പോലെ മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങളിൽ അത്തരം മരങ്ങളുടെ വൻ കൃഷി ആരംഭിച്ചത് ആരാണ്? അപ്പം ഈ വനത്തിനുള്ളിൽ ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പാമ്പാടുംചോല നാഷണൽ പാർക്ക് വളരെ ചെറിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ പ്രധാന മരങ്ങൾ എന്ന് പറയുന്നത് ഈ അക്കേഷ്യ, ഈ യൂക്കാലിപ്സ. അപ്പൊ അവിടുത്തെ ആനയ്ക്കും കാട്ടുപോത്തിനും ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ ചെല്ലണം, അടുത്ത അവന്റെ കർഷകരുടെ കൃഷിയിടത്തിലേക്ക് പോകണം. അപ്പൊ ഇത് പ്രകൃതി വിരുദ്ധമാണെന്ന് കണ്ട മരങ്ങൾ അത് മാറ്റിയിട്ട് സ്വാഭാവിക വനം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വനം വകുപ്പ് ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ ഈ കർഷകരുടെ കൃഷിയിടത്തിലേക്ക് മാത്രം ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? സാർ, സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് സാർ. ഞാൻ ചോദിക്കട്ടെ അവസാനമായി സാർ, ഒടുവിൽ പൊറുതി മുട്ടി വന്യമൃഗശല്യം, ഭൂപ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന പട്ടയ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളാൽ പൊറുതി മുട്ടി ഇവിടെ ഒരു കാലത്ത് കുടിയേറി മണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും ഒക്കെ മലമ്പനിയോടൊക്കെ മലടിച്ച് അതിജീവനത്തിനായി കഷ്ടപ്പെട്ട അവരുടെ പുതിയ അല്ലെങ്കിൽ പിൻതലമുറ ഇവിടെ നിന്ന് മലയിറങ്ങേണ്ടി വരുമോ? ജനങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളത് അടിസ്ഥാന ആവശ്യമാണ്. അതിനുവേണ്ടി അവൻ എന്ത് മാർഗവും സ്വീകരിക്കും. ആദ്യം കുടിയേറ്റത്തിന്റെ നാളുകളിൽ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ നിർത്താൻ വേണ്ടി അവർ തീ കൂട്ടുകയും വന്യമൃഗങ്ങളെ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഞാൻ പറയുന്നു, ജീവിക്കാൻ വേണ്ടി വനം വകുപ്പ് ഓഫീസുകൾക്ക് തീയിടുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ജനത ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ജനാധിപത്യ ഗവൺമെന്റ് അതിന്റെ ജോലിയിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, അടുത്ത ദിവസം മന്ത്രിയായിരുന്ന ഒരു ജനപ്രതിനിധി തന്നെ പറഞ്ഞു, തിരിച്ചടിക്കല്ലാതെ മാർഗമില്ല ഭരണപക്ഷത്തുള്ള ഒരു ജനപ്രതിനിധി. എന്തുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ആൾക്കാർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ബധിരതയാണ് ഒരു സർക്കാർ എങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാം? വലിയ പ്രശ്നമുണ്ടാകാം. ജനങ്ങൾക്ക് വേറെ ഇടത്തേക്ക് കുടിയൊഴിഞ്ഞു പോകാൻ എങ്ങോട്ട് പോകും? അവന്റെ മണ്ണിൽ തന്നെ നിലനിന്നേ പറ്റത്തുള്ളൂ. അപ്പം അവസാനം എന്ത് സംഭവിക്കുമോ അത് ഇടുക്കി ജില്ലയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അത് ആരംഭിക്കരുതെന്നാണ് ഞങ്ങളുടെ പോലുള്ള പൊതുപ്രവർത്തകരുടെ ആഗ്രഹം. അത് സർക്കാർ തിരിച്ചറിഞ്ഞാൽ സർക്കാരിനും കേരളത്തിനും നന്നായിരിക്കും. 64 ചട്ടങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് നമ്മൾ ഈ 23 ചട്ടഭേദഗതി യാതൊരു പ്രയോജനമില്ലെന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ കേരള സമൂഹം വളരെയധികം ചർച്ച ചെയ്തതാണ്. 64 ചട്ടഭേദഗതി ഇടുക്കി ജില്ലയിലെ കെട്ടിടം നിർമ്മിക്കാനാണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മൂന്നാറിലെ കെട്ടിടം നിർമ്മിക്കാനാണെന്ന് പറഞ്ഞ സർക്കാർ ഏറ്റവും വലിയ വിട്ടിത്തമല്ലേ പറഞ്ഞത്? കേരള നിയമസഭ പാസ്സാക്കുന്ന ഒരു നിയമത്തിന്റെ വ്യാപ്തി കേരളം മൊത്തമാണ്. കേരളം മൊത്തം ഉണ്ടായിരുന്ന ഒരു നിയമത്തെയാണ് ഭേദഗതി ചെയ്യുന്നത്. ആ ഭേദഗതി ചെയ്യുന്നത് എന്താണ്? കർഷകന് ഉടമസ്ഥത കൊടുത്ത ഭൂമിയിൽ അവൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കർഷകൻ കഴിഞ്ഞ 60 വർഷമായി ആ കൃഷിഭൂമിയിൽ ചെയ്ത എല്ലാ പരിവർത്തനങ്ങളും നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി, അതായത് കർഷകന്റെ അവകാശങ്ങൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു നിയമം. അപ്പം ഭാവിയിലേക്ക് ഇടുക്കിയിലെ ഒരു വികസന പ്രവർത്തനം നടക്കുമോ? അതല്ലെങ്കിൽ നിയമവിരുദ്ധമായി നിങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുക, അത് ഞങ്ങൾ നിയമവിധേയമാക്കാം എന്ന് പറയലല്ലേ 2023 നിയമ ഭേദഗതിയുടെ ആത്യന്തിക ലക്ഷ്യം? ഇത് സാമാന്യ യുക്തിയുള്ള ആർക്കും മനസ്സിലാവും. എത്തിയ ചട്ടം ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണ് ചട്ടം കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞു. ഗവർണർ ഒപ്പിട്ടിട്ട് 7 മാസം കഴിഞ്ഞു.
എന്ത് ചട്ടം കൊണ്ടുവരാത്തത്? ആ ചട്ടം കൊണ്ടുവരുമ്പോൾ വരുന്നതോടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുകയും ഇടുക്കി ജില്ലയിലെ ആൾക്കാർ കൊള്ളയടിക്ക് വിധേയരാകുകയും ചെയ്യും. കാരണം അടിമാലി ടൗണിലിരിക്കുന്ന ഒരു കെട്ടിടം, ആ കെട്ടിടം നിയമവിരുദ്ധമായി മാറിക്കഴിഞ്ഞാൽ അത് ക്രമവൽക്കരിക്കാൻ വേണ്ടി അവർ 4 തരത്തിലുള്ള ഫീസുകളും ഫൈനുകളും നൽകേണ്ടി വരുന്നു. അങ്ങനെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ അങ്ങനെ നൽകാൻ കഴിയുക. ഇനി നൽകാൻ ആൾക്കാർ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെ നിയമ നടപടി പൂർത്തീകരിക്കണമെങ്കിൽ വേണ്ടി വരുന്ന വർഷങ്ങൾ എത്രയായിരിക്കും? നമുക്കറിയാം, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം, സംരക്ഷണമാണ് ഉദ്ദേശിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു? നെൽവയലുകൾ നിയമവിരുദ്ധമായി നികത്തി അത് ക്രമവൽക്കരിച്ച് നൽകുക എന്നുള്ള വലിയൊരു അഴിമതിയാണ് അതിന് പിന്നെ നടന്നത്. എത്രയായിരം കോടി രൂപ ഇത്രയും കാലം ഈ നെൽവയൽ പുരയിടമാക്കി മാറ്റിക്കൊടുത്തത് വഴി ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വലിയ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഈ 64-ലെ ചട്ട ഭേദഗതി വഴിവെക്കാൻ പോകുന്നത്. പണം നൽകാതെ, അല്ലെങ്കിൽ അഴിമതി പണം നൽകാതെ ആർക്കും ഇത് ക്രമവൽക്കരിച്ച് കിട്ടാൻ പോകുന്നില്ല. ഇനി അതിൻ്റെ അകത്തെ ഒരു ഗുരുതരമായ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടുക്കി ജില്ലാ കളക്ടർക്ക് ക്രമവൽക്കരിച്ച് നൽകാവുന്ന ഭൂമി ഏതാ? മറ്റ് അടുത്ത് പറയുന്നുണ്ട്, മറ്റ് നിയമ വിഷയങ്ങളില്ലാത്ത. അപ്പൊ CHR ഭൂമിയിലെ കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ച് നൽകാൻ പറ്റുമോ? ESA ഭൂമിയിലെ കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ച് നൽകാൻ പറ്റുമോ? ബഫർ സോണിലെ കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ച് നൽകാൻ കഴിയുമോ? മൂന്നാർ അതോറിറ്റിക്ക് കീഴിൽ വരുന്ന പ്രദേശത്തെ ക്രമവൽക്കരിച്ച് നൽകാൻ കഴിയുമോ? അതായത് ഇടുക്കി ജില്ലയിലെ ബഹുഭൂരിപക്ഷം ഭൂമിയിലെയും 60 വർഷമായുള്ള കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ച് നൽകാൻ കഴിയില്ല എന്നാണ് 2023-ലെ നിയമത്തിന് തയ്യാറാക്കി വരുന്ന ചട്ടം പറയുന്നത്. വളരെ സന്തോഷം സാർ, വളരെ സന്തോഷം. സമയത്തിന്റെ കുറവുകൊണ്ടാണ് അങ്ങേക്ക് പറയാൻ ധാരാളം ഉണ്ടെന്നറിയാം. ഇനിയും പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം സാർ. കാരണം ഇടുക്കിയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, വലുതാണ്. ഓരോ പ്രശ്നങ്ങളും അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ജനങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന, അവരെ വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വളരെയേറെ നന്ദിയുണ്ട് സാർ, ഈ ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് സ്റ്റുഡിയോയിലെത്തി ഞങ്ങളോട് സംവദിച്ചതിന്. ഭൂപ്രശ്നങ്ങളും ചർച്ചകളും അവസാനിക്കുന്നില്ല. ഇത് വളരെ സങ്കീർണമായി തുടരുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഏതായാലും ഇവിടുത്തെ സാമാന്യ ജനതയല്ല, ഇവിടുത്തെ കർഷകരല്ല. അവർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അവർ കുടിയിറങ്ങി നാട് വിടേണ്ടത് എങ്ങോട്ടാണ്? ഭരണകർത്താക്കൾ അത് ചിന്തിക്കണ്ടേ? എന്തിനാണ് വനം വകുപ്പ് ശത്രുപക്ഷത്ത് നിന്ന് സാമാന്യ ജനങ്ങളെ ഇമ്മട്ടിൽ ദ്രോഹിക്കുന്നത്? അതിന് കുടപിടിക്കുന്നത് ആരാണ്? ഏതായാലും ജനത ഇതൊന്നും സഹിക്കില്ല. വലിയൊരു സമരത്തിന് ഇവിടെ പശ്ചാത്തലമാകുന്നുണ്ട്. ആളുകൾ അതിൻ്റെ പിന്നണിയിലാണ്. നന്ദി, നമസ്കാരം.